മരണമൊഴിയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ തള്ളി പറഞ്ഞില്ല. അത്ര വിശ്വാസമായിരുന്നു ഷാരോണും ഗ്രീഷ്മയെ. അവന്റെ ഒരു വിശ്വാസമാണ് ആ കുട്ടി അങ്ങനെ ചെയ്യില്ല. അവൻ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. വോമിറ്റിംഗ് ആണ്, ജസ്റ്റ് വോമിറ്റിംഗ് ആണ്, അത് മാറും എന്നുള്ള ഒരു രീതിയിലാണ് എടുത്തത്. അത് അല്ല ഗ്രീഷ്മ അങ്ങനെ ചെയ്യോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസമാണ്. ഷാരോണുമായുള്ള റിലേഷൻഷിപ്പിനെക്കാളും ബെറ്റർ ആ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഗ്രീഷ്മ ഷാരോണിനെ കൊന്നു കളഞ്ഞത്. ഗ്രീഷ്മയും അമ്മാവനും ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയൊരു കൊലപാതകം. പക്ഷെ ഇത് അത്ര ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. സ്വന്തം കാമുകനായ ഷാരോണിനെ കൊന്ന ഗ്രീഷ്മയും സ്വന്തം കാമുകിയായ വിഷ്ണുപ്രിയയെ കൊന്ന ശ്യാംജിത്തും ഉൾപ്പെടെ ഇന്ത്യയിൽ ഒരു ദിവസം ഈ പ്രണയം കാരണം മരണപ്പെടുന്നത് 30 പേരാണ്. ഒരു ദിവസം 30 പേർ. തമിഴ്നാട്ടിലെ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോണിനെ വിളിച്ചു വരുത്തി ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തിട്ടാണ് ഗ്രീഷ്മ ഷാരോണിനെ കൊന്നത്. ശ്യാംജിത്ത് ആണെങ്കിൽ വിഷ്ണുപ്രിയ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറിയതിന്റെ പേരിലാണ് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊന്നത്. ഇത് മാത്രമല്ല, തനിക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് പങ്കാളി ഇട്ടത് മുതൽ ലിവിംഗ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾക്ക് വരെ ഈ പ്രേമ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ മൂന്നാമത്തെ ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ ലവ് അഫെയർസ് ആണ്. അത്രമാത്രം ടോക്സിക് ആണ് ഇന്ത്യയിലെ റിലേഷൻഷിപ്സ്. ടൊബാക്കോ കിൽസ് എന്നൊക്കെ പറയുന്നത് പോലെ ലവ് കിൽസ് എന്ന് വാണിംഗ് കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇന്ത്യയിലെ റിലേഷൻഷിപ്പുകൾ.